സോ നമ്മൾ നേരത്തെ കാൻഡിലിവർ ഓൺ വേ സ്ലാബ് വരച്ചായിരുന്നു. ഇനി ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡയമെൻഷൻസ് ചെയ്യുന്നത് പല റേറ്റും നമ്മൾ എഡിറ്റ് ചെയ്താണ് മാറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യണതിന് പകരം എളുപ്പം ഒരു വഴിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എസ് ടി എന്ന് പറഞ്ഞ് അടിക്കുക. എസ് ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റൈലാണ്. ആ സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഹൈറ്റ് എത്രയാണ് കൊടുക്കാനുള്ളത്? ഇതിൻ്റെ അകത്ത് 25 കൊടുക്കുക. 25 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റാണ്. അത്യാവശ്യം ഹൈറ്റ് നമുക്ക് ഈ ഒരു ലേഔട്ട് പറ്റിയ അത്യാവശ്യമുള്ള ഹൈറ്റ് ആണ്. അത് നമ്മൾ ഇവിടെ കൊടുത്തു, സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തു. ഓക്കെ, ക്ലോസ് ചെയ്യുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ സ്റ്റൈൽ ഉണ്ട്. ഡയമെൻഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡി സ്റ്റൈൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യണം. ഈ മോഡിഫൈക്കകത്ത് നമുക്ക് ആരോൻ്റെ ഒക്കെ തിക്നെസ് മാർക്ക് ചെയ്യാൻ പറ്റും. ആരോ സൈസ് 2.5 ആണ് കിടക്കുന്നത്. 2.5 കാണത്ത് പോലും ഇല്ല. ഈ ഒരു റെഫറൻസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് അതിനെ എന്തിനാക്കാം? 25 ആക്കാം. റെഫറൻസ് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കണം? സെന്ററിൽ കിടക്കണോ മണ്ടേ കിടക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എബോ എന്ത് ചെയ്യാൻ പറ്റും? സെന്റർഡ് ആക്കാൻ പറ്റും. സെന്റർഡ് ആക്കിയാൽ നടുക്ക് ഇങ്ങനെ കിടക്കും, ഒരു വൃത്തിക്ക്. വേറെ വ്യത്യാസമാണ്. പിന്നെ ടെക്സ്റ്റിന്റെ ഹൈറ്റും നമ്മൾ മറ്റേ സെറ്റ് ചെയ്തുകൊണ്ട് അത് മതി. ഇനി ഓക്കെ അടിച്ചു കൊടുക്കണം. ഇനി ഇതും ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡയമെൻഷൻസ് കുത്തുക, ഇവിടെ കുത്തുക, ഇവിടെയും കൂടെ സെലക്ട് ചെയ്യുക, മണ്ടയിലോട്ട് ആയി കൊടുക്കുക. 113 പടച്ചോനെ. ഓക്കെ, സാധനം മാറിപ്പോയാണ്ടാണ് 113 വന്നത്. ഇത്ര സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഡയമെൻഷൻസ് ഒന്നും കൂടെ സെലക്ട് ചെയ്യുക. ഇത് തൊട്ട് ഇതാണ്ടേ ഇങ്ങനെ അറ്റം വരെ 120 പോരെ. എന്നിട്ട് നമ്മുടെ ഡയമെൻഷൻ്റെ അളവ് ഇത്തിരി ഭയങ്കര ചെറുതായിട്ടിരിക്കുന്നു. നമുക്ക് അപ്പം എന്ത് ചെയ്ത് കൊടുക്കാം? സൈസ് ഒന്ന് വലുതായി കൊടുത്താൽ മതി. സൈസ് എടുത്താൽ എസ് ടിയിൽ തന്നെ വീണ്ടും പോകുക. എസ് ടിയിൽ തന്നെ വീണ്ടും പോകുന്നു. ഹൈറ്റ് എത്ര? 25 വരെ 50 കൊടുക്കുക. 50 അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലോസ്. ഓക്കെ, എന്നിട്ട് ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇതിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഒന്നേ നമ്മൾ ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. ഈ അറ്റം തൊട്ട് വേണ്ടേ ഈ അറ്റം വരെ മണ്ടയിലോട്ട് 120. ഇപ്പം ഇത് കാണാൻ പറ്റുന്നുണ്ടോ സുഹൃത്തുക്കളെ? അതാണ്. ഇനി നമുക്ക് വേണ്ട ഡയമെൻഷൻസ് പറഞ്ഞാൽ ഈ 3800 താണ്ടേ ഈ വര തൊട്ട് ഇങ്ങനെ അറ്റത്തെ ഡോട്ടർ ലൈൻസ് വരെയാണ്. വീണ്ടും ഡയമെൻഷൻസ് സെലക്ട് ചെയ്യുന്നു. താണ്ടേ ഈ ഒരു വര തൊട്ട്, അതായത് ഈ ഒരു വര. കൊള്ളാം, ഇഷ്ടമുള്ളതാണ് അവന്മാരെ തന്നെ അങ്ങ് പിടിക്കുകയാണ്. ഡയമെൻഷൻ സെലക്ട് ചെയ്യുക, ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോയിന്റ് തൊട്ട് താണ്ടേ ഈ ഒരു പോയിന്റ് വരെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം എത്ര വന്നു? 3800 വന്നു. പിന്നെ വേറെ നമുക്ക് ഡയമെൻഷൻസ് എവിടെയൊക്കെ മാർക്ക് ചെയ്യാനുള്ളത് അത് നോക്കണം. എന്താണ്ടേ ഇതിൻ്റെ തിക്നെസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ തിക്നെസ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് ഇങ്ങനെ ലൈനാണ് വന്നേക്കണം. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നേക്കണം. അതിന് അങ്ങനെയൊക്കെ വരുത്തണതിന് പകരം ഒറ്റ ഒരു ലൈനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. നേരെ ഇവിടെ പോകണം. ഇതിൽ ചെന്നിട്ട് ലീഡർ സെലക്ട് ചെയ്യണം. ലീഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ കമ്പിക്കാണ് നമുക്ക് എന്ത് കൊടുക്കാനുള്ളത്. ഈ കമ്പിയെ നേരെ ഇങ്ങോട്ടങ്ങ് വലിച്ചാൽ മതി. ഓക്കെ, വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ അടിക്കേണ്ട ടെക്സ്റ്റ് നോക്കിയിട്ട് വരണം. ടെക്സ്റ്റ് എന്തിനാണ് അടിക്കാനുള്ളത്? 8 mm at 340 mm ക്രോസ് സെക്ഷൻ, സെൻറ്റർ ടു സെൻറ്റർ. 8 mm at 340 mm സെൻറ്റർ ടു സെൻറ്റർ. C/C എന്ന് പറഞ്ഞ് അടിച്ചിട്ട് ക്ലോസ് ടെക്സ്റ്റ് അടിച്ചിട്ട് അടിക്കണം. ഓക്കെ, ഇത് ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് എന്തരായ ഇത്രയും ചെറുതായി കിടക്കുന്നത്. ഓക്കെ, ഇത്രയും ചെറുതായി കിടക്കുന്നത് ടെക്സ്റ്റ് ആയതുകൊണ്ടാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്നോട്ടേറ്റിന്റെ അവിടെ ചെന്നിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം? സൈസ് മാറ്റാം. സൈസ് എത്ര കൊടുക്കുക? സൈസ് ഇതെന്താ മാറാത്തെ? സെലക്ട് ഒബ്ജക്റ്റ്. ഇതിനെങ്ങനെ തന്നെ സെലക്ട് എല്ലാം എസ്കേപ്പ് അടിച്ചതിന് ശേഷം സെലക്ട് പ്രോപ്പർട്ടീസ് ചെന്നാൽ മതി. പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇവിടെ ചെന്ന് നമുക്ക് എത്ര മാറ്റാൻ പറ്റണമായിരുന്നു. അടച്ചോനെ, മാറണില്ലേ? നേരെ അങ്ങനെയൊന്നും മാറാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്താൽ നേരെ ഇങ്ങനെ ഒന്ന് പ്രോപ്പർട്ടീസ് കയറിയിട്ട് ഹൈറ്റ് എത്രയാണ് മാറ്റി കൊടുക്കണം. 50 ടെക്സ്റ്റ് ഹൈറ്റ്. ഓക്കെ, ഇനി ഇവിടെ ആരുടെ സൈസേ കാണുന്നില്ല. അത് ലീഡറിലുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. ആ ലീഡറിന്റെ പ്രശ്നം നമുക്ക് മാറ്റാൻ വേണ്ടി നേരെ അന്നോട്ടേറ്റിന്റെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് തന്നെ ഇടണം. സ്റ്റാൻഡേർഡ് ഇട്ടതിന് ശേഷം ഡയമെൻഷൻസിൽ ആരോ സ്റ്റൈൽ എന്ത് ചെയ്യണേ? ടെക്സ്റ്റ് സ്കെയിൽ. ഓക്കെ, സ്കെയിലൊക്കെ അതൊക്കെ കറക്റ്റ് തന്നെ. C to C. ഇനി ഈ ആരോയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ്
ക്വിക്ക് പ്രോപ്പർട്ടീസിൽ തന്നെ വന്നിട്ട് ഇവിടെ ഒരു ആരോ സൈസ് ഉണ്ട്. ആരോ സൈസ് എത്ര 25 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ആരോ സൈസ് വന്നു. ഇനി ഇതിനെ നമുക്ക് ബെൻഡ് ചെയ്യണമെങ്കിൽ ഇതാണ്ട് ഈ ഒരു ആദ്യത്തെ പോയിന്റ് കണ്ടാ, ഒരു ആദ്യത്തെ പോയിന്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നാൽ മതി. ഇപ്പോൾ ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അതിനെ ഇങ്ങനെ കൊണ്ടുവരിക. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കൊണ്ടുവരിക. ഒരു സ്റ്റൈലായില്ലേ, ഇങ്ങനെ ഒരു ബെൻഡിലൊക്കെ വന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റാൻഡേർഡ് രീതിയായി. ഇനി ഈ ടെക്സ്റ്റിനെ ഒന്നും കൂടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ്ടേ ഇവിടെ കൊണ്ടുവരുന്നത് ഇതിൻ്റെ അപ്പുറത്തോട്ട് വന്ന് നമ്മളെ സുഹൃത്ത് C എന്ന് പറഞ്ഞെടുത്തിട്ട് ക്ലോസ്. ഇപ്പം അതായേ അങ്ങനെ നമുക്ക് ബാക്കി ഡയമെൻഷൻസ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ദാണ്ടെ ഇവിടെ ഇങ്ങനെ ചരിഞ്ഞ് വന്നേക്കുന്നതുണ്ടോ, തിക്നെസ് 20 mm. അത് അടിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നേരെ ചരിച്ച് വെച്ചിട്ട് ടെക്സ്റ്റ് അടിച്ചിടണം. അതിവിടെയാണ് ഇൻസേർട്ടിൽ ഇടണം. ഇൻസേർട്ടിലാണ് അത് കിടക്കുന്നത്. ഇൻസേർട്ടിൽ വരുന്നു, അല്ല ഹോമിൽ വരണം. ഇതെന്തൊരു സാധനം ഇവിടെ, ടെക്സ്റ്റ് കുത്തുന്നു. ടെക്സ്റ്റിൽ രണ്ടെണ്ണം ഉണ്ട്, സിംഗിൾ ലൈൻ ഉണ്ട്, മൾട്ടി ലൈൻ ഉണ്ട്. ഒന്ന് സിംഗിൾ ലൈനാണ് ഉണ്ട്. സിംഗിൾ ലൈന് സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് അടിക്കുക. ഓക്കെ, റൊട്ടേഷൻ ആംഗിൾ എത്ര, ഇങ്ങോട്ടാണ് വരാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഓക്കെ, താഴോട്ട് വരച്ചിട്ടുണ്ട്. ഇനി എന്തിനാണ് അവിടെ കൊടുത്തിരുന്നത്, തിക്നെസ് 20 mm. തിക്നെസ് 20 mm. ഓക്കെ, ഇത്ര അടിച്ചെടുത്താൽ മതി. അതാണ്ടേ ചരിഞ്ഞു വന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഇത്തിരി കൊണ്ടായിട്ട് വെച്ചാൽ ഒരു വൃത്തിയായി. നമുക്ക് തിക്നെസ് 20 mm എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തു. അതാണ് അതിൻ്റെ തിക്നെസ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. 8 mm 2/8 അത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നാൽ അതേപോലെ ചെയ്താൽ മതി. ബാക്കിയെല്ലാം ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അതേപോലെ വരയ്ക്കാൻ പറ്റും ആർക്കാണെങ്കിലും. പിന്നെ സെക്ഷൻ എ, അത് ഞാൻ ഇപ്പം മൾട്ടിലൈൻ ഇതേപോലെ വരച്ചില്ലേ, ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്തുകൊണ്ട് വരാൻ പറ്റും. അതിനെ തന്നെ അവിടെ പിടിച്ച് ഒരു ബേസ് പോയിന്റ് പിടിച്ച് കോപ്പി ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം എന്തിനു അടിച്ചു കൊടുക്കുക, സെക്ഷൻ A/A എന്ന് പറഞ്ഞു കൊടുക്കുക, രണ്ടടിച്ചു കൊടുക്കുക. അത് അവിടെ വരും. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ സെക്ഷൻസ് കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തില്ല. സെക്ഷൻസ് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു പരിപാടിയുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്ത് കാണിച്ചു തന്നാണ്ടേ ഇതേപോലെ ഇങ്ങനെ ഒരു ആരോ വന്നിട്ട് A എന്ന് പറഞ്ഞ അപ്പുറത്തും കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വരിക, നേരെ എന്ത് ചെയ്യുക, ലീഡർ എടുക്കുക, ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, നേരെ മണ്ടയിലോട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, നേരെ മണ്ടയിലോട്ട് ഇങ്ങനെ വരച്ചതിന് ശേഷം എന്തിനടിച്ചു കൊടുക്കുക, A എന്ന് അടിച്ചു കൊടുക്കുക. A അടിക്കുക, ക്ലോസ് ടെക്സ്റ്റ് അടിക്കുക. നല്ല ചെറുതായ സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് എഡിറ്ററിൽ ക്വിക്ക് പ്രോപ്പർട്ടീസിൽ പോകണം. ക്വിക്ക് പ്രോപ്പർട്ടീസ് പോയി ഹൈറ്റ് എന്ത് ചെയ്യുക, 25 50 തന്നെ കൊടുക്കുക. പിന്നെ ആരോ ഹൈറ്റ് എന്ത് ചെയ്യുക, ഹൈറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, വലുതായി കൊടുക്കുക, 25 ആക്കി കൊടുക്കുക. ഓക്കെ, ടെക്സ്റ്റ്. ഇനി ഇതിന് ചെറിയൊരു എഡിറ്റ് ഉണ്ട്, അതാണ്ട് ഇതിന് ഇങ്ങോട്ടാണ് വലിക്കാനുള്ളത്. ഇങ്ങനെ വലിച്ചാലും മതി. ഇത് A, സെക്ഷൻ A. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കോപ്പി ചെയ്തിട്ട് ഈ സാധനം എന്ത് ചെയ്യണം, എന്ത് പദ്ധതിയാണല്ലോ, അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. അതേപോലെ തന്നെ ഇപ്പുറത്ത് എന്ത് ചെയ്താൽ മതി, നേരെ കൊണ്ടുവന്ന ലൈനങ്ങ് വരച്ചെടുത്തായി. അതേപോലെ തന്നെ ലീഡർ സെലക്ട് ചെയ്യുന്നു, അതാണ്ട് ഇവിടെ നേരെ ഇങ്ങനെ കൊണ്ടുവരണം. അല്ലേ, സ്നാപ്പ് ആണോ, നേരെ ഇവിടെ കൊണ്ടുവന്ന് സ്നാപ്പ് ആക്കിയതിന് ശേഷം അതാണ്ടേ ഇത്തിരി താഴോട്ട്. പിന്നെ ഇപ്പം അമ്മ ചോദിക്കാം എന്തെങ്കിലും എഴുതണോ, A തന്നെ എഴുതി കൊടുക്കാം. A അടിക്കുക, നേരെ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ടെക്സ്റ്റ് എഡിറ്റർ വരിക. സൈസ് താണ്ട് ഇവിടെ 4 കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര സൈസ് വേണം, 50 വേണം. A അടിക്കുന്നു, 50 അടിക്കുന്നു, ക്ലോസ് ടെക്സ്റ്റ് എഡിറ്റർ അടിക്കുന്നു. ഏത് സൈസ് വന്നേ, ഇനി നമ്മൾ ആരുടെ സൈസാണ് അമ്മ ഒരു മാറ്റാത്തത്, അമ്മ ഇന്തനാണ്. ആരോ സൈസ് മാറ്റാൻ വേണ്ടി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, പ്രോപ്പർട്ടീസ് തന്നെ ചെയ്യുക. പ്രോപ്പർട്ടീസിൽ പോയിട്ട് ആരോ എത്ര 25 തന്നെ കൊടുക്കുക. 25 എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ ആരോ ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വേണ്ടേ ഈ സാധനത്തെ പിടിച്ചിട്ട് ഇതിന് ഇത്തിരി ഇങ്ങോട്ട് വലിച്ചു കൊടുത്താൽ ഇതാണ് സെക്ഷൻ A എന്ന് പറയുന്ന ഒരു സ്ഥലം പോലെ. അതല്ലേ ഈ പടത്തിൽ ഇരിക്കുന്നത്, അതേപോലെ നമ്മൾ A മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് A. പിന്നെ ബാക്കി പേരൊക്കെ പറഞ്ഞ രീതിയിൽ അടിച്ചാൽ മതി. ഇതാണ് ഡയമെൻഷൻസ് കൊടുക്കുന്ന രീതി. ഓക്കെ ഗായ്സ്, അതാണ് ഡയമെൻഷൻസ്. താങ്ക് യു.